തെറ്റായ ആശയങ്ങൾ പൈശാചിക സ്വാധീനത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സത്യത്തെ, യാഥാർത്ഥ്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അംഗീകരിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുക. വേറെ വാക്കിൽ പറഞ്ഞാൽ ഈ സത്യം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഈ ദുഃഖവെള്ളിയാഴ്ച ഇവിടെ കുരിശിൻ്റെ വഴിക്കായിട്ട് വന്നിട്ടുള്ളത്. തമ്പുരാൻ കർത്താവ് ലോകത്തെ രക്ഷിച്ചിട്ടുള്ളത് ലോക പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടാണ്. അത് പരിഹാര ബലിയാണ്. അത് ലോകത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഈ പരിഹാര പ്രവൃത്തിയിലൂടെ തന്നെയാണ് പിശാചിനെ തമ്പുരാൻ തോൽപ്പിച്ചിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുക. ഇവിടെ കൃത്യസമയത്തിന് ട്രാഫിക്കിലൂടെ ഇവിടെ എത്തി. ഇനി നമ്മൾ മഴ പെയ്യുകയാണെങ്കിൽ പെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പെയ്താലും പെയ്തില്ലേലും നമ്മുടെ ഈ കുരിശിൻ്റെ വഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ ലോകം വിധിക്കുമായിരിക്കും, അവർ കൂടി വന്നാൽ 50 പേരുണ്ടായിരുന്നുള്ളൂ, 100 പേരുണ്ടായിരുന്നുള്ളൂ. അതൊന്നുമല്ല ഇവിടെ വിഷയം. തമ്പുരാൻ കർത്താവിൻ്റെ പീഡാനുഭവത്തോടും പ്രായശ്ചിത്തത്തോടും ചേർത്തുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്ന പ്രായശ്ചിത്ത പ്രവൃത്തിക്ക് വലിയ ശക്തിയുണ്ട്. അതൊന്നും ആരും അളക്കാൻ പോകേണ്ട കാര്യമല്ല. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുക. ഇത്രയും പേർക്ക് ഒന്നിച്ചു കൂടാൻ സാധിച്ചു. ദൈവത്തോട് നന്ദി പറയാം. സഭയിൽ ശാന്തിയും സമാധാനം ഉണ്ടാകണം. സീറോ മലബാർ സഭയിൽ ശാന്തിയും സമാധാനം ഉണ്ടാകണം. 40 വർഷത്തേക്കാൾ കൂടുതലായി എല്ലാ മേഖലകളിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചരിത്രപരവും ദൈവശാസ്ത്രപരവും ആധ്യാത്മികവും അജപാലനപരവുമായ തലങ്ങളിൽ ചർച്ചകൾ നടത്തി എപ്പാർക്കിൽ അസംബ്ലിയുടെ തീരുമാനത്തിനനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് എടുത്ത ഒരു തീരുമാനമാണ് സീറോ മലബാർ സഭയ്ക്ക് ചുരുങ്ങിയത് 4 തരത്തിലുള്ള കുർബാനയ്ക്ക് പകരം ഒരു കുർബാനക്രമം വേണം എന്ന് പറഞ്ഞു. അത് എളുപ്പത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യവും അത്രയും ലളിതമായ കാര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് ലളിതമാണ് എന്ന് നമ്മൾ പറഞ്ഞാലും ആ ഒരു ഐക്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഒത്തിരി ഉണ്ട്. നമ്മൾ തമ്പുരാൻ കർത്താവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. തമ്പുരാൻ കർത്താവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്? പാപങ്ങൾക്ക് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുക, ഏക സത്യ ദൈവമായ തമ്പുരാനെ ആരാധിക്കുക. തമ്പുരാനെ ആരാധിക്കുന്ന ഏക രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ തമ്പുരാൻ ഭംഗിയായിട്ട് ക്രമീകരിക്കും. അപ്പോൾ ആഗോള സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും അത്യാവശ്യമായിട്ടുള്ളത് തമ്പുരാൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെയും ആരാധനയുടെയും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനാക്രമത്തിൽ ഐക്യത്തിലേക്ക് വരിക. അതാണ് തമ്പുരാൻ്റെ രാഷ്ട്രീയം. നമുക്കത് മതി. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. നമുക്ക് വിശ്വാസത്തോടുകൂടി നിയോഗം വെച്ചുകൊണ്ട് ഈ കുരിശിൻ്റെ വഴി, തമ്പുരാൻ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയോട് ചേർത്ത് നമ്മൾക്ക് കാഴ്ചവെക്കാം. തീർച്ചയായും അതിൻ്റെ ഫലമുണ്ട്. എല്ലാവരുടെയും നാമത്തിൽ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം പറയുന്നു, നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. താങ്ക് യു ഫാദർ. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കുരിശിൻ്റെ വഴി ആരംഭിക്കുകയാണ്. എല്ലാവർക്കും പാട്ടിൻ്റെ ആ ഇരടയോടെ ചീറ്റുകെട്ടിലായിരിക്കും എല്ലാവരും ചേർന്ന് പാടാനായിട്ട് ശ്രമിക്കുക. നമ്മളിവിടെ പ്രാരംഭ ഗാനം പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് നമ്മളോട് പുറപ്പെടുന്നത്. ഈ വാഹനം മുന്നിലായിരിക്കും. പിന്നിൽ നമ്മുടെ യേശുവിൻ്റെ ആ മാതൃക ഉള്ള നമ്മുടെ സഹോദരൻ ഒപ്പുണ്ടാവും. പിന്നിൽ നമ്മുടെ കുരിശ് പിടിച്ച കുട്ടികൾ ഒരു വരിയായിട്ട്